ഇന്ന് പാഠഭാഗമായി വായിച്ച വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നുവല്ലോ. ദ ബുക്ക് ഓഫ് ലാമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 19 to 25. അതിൻ്റെ തന്നെ 40-ഉം 41-ഉം വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കട്ടെ. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം നമ്മുടെ കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാരതരാഷ്ട്രം അതിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച ഈ സുദിനം, അതിൻ്റെ സന്ധിയെങ്കിൽ ഞങ്ങളുടെ 70ാമത് വർഷത്തെ കൺവെൻഷൻ്റെ 5-ാം ദിനം രാത്രി വളരെ ക്ഷേമത്തോടെ ഈ വചന കൂടാരത്തിൽ അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, വിശ്വാസ ജീവിത യാത്രയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെയും പ്രശ്ന നിർഭരമായ സാഹചര്യങ്ങളെയും നിരാശാനിർഭരമായ നിമിഷങ്ങളെയും ഒരു ദൈവ പൈതൽ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിന് വചനത്തിലൂടെ അവിടുന്ന് ഉൾക്കാഴ്ചകൾ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഞങ്ങൾ ആശ്രയം വെച്ച പല സ്ഥലങ്ങളും ഞങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോകുമ്പോൾ, ഞങ്ങളെ കരുതും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കുമ്പോൾ, നിരാശരായി തീരാതെ വിശ്വാസ സ്ഥിരതയുള്ളവരായി പ്രത്യാശാനിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ 4 ദിനം രാത്രി ഈ വചന കൂടാരത്തിൽ വളരെ അനുഗ്രഹീതമായ ശക്തമായ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഇന്നും തുടർന്നുള്ള ദിനങ്ങളും ആ വചന ശുശ്രൂഷ അഭംഗുരം നിർവഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അതിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, വചനാനുസൃതം ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി സമർപ്പിക്കുവാൻ, വചനത്തിന് അനുരൂപമായി ഈ ലോകത്തിൽ സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഈ നിന്റെ മക്കൾക്ക് വചനം പങ്കുവയ്ക്കുവാൻ, നാളെ സന്ധ്യയെങ്കിൽ ഈ വചനം തുടർന്നും പങ്കുവയ്ക്കുവാൻ ബലഹീനായ അടിയനെ ശക്തീകരിക്കുകയും അവിടുത്തെ കുരിശിൻ്റെ മറവിൽ നിർത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കാക്കുകയും ചെയ്യണമേ. വചനത്തിനു മുമ്പിൽ നിഷ്ക്രിയരായിരിക്കുവാൻ അവിടുന്ന് ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആര് വചനം പ്രസംഗിച്ചു എന്നുള്ളതല്ല, ഏത് വചനം പ്രസംഗിച്ചു എന്നുള്ളതല്ല, ഇന്നത്തെ വചനം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അതുകൊണ്ട് വചനത്തിനു മുമ്പിൽ നിർനിമേഷരായി ആവേശഭരിതരായിരിക്കുവാൻ, ഞങ്ങൾ നിഷ്ക്രിയത്വം വെടിഞ്ഞ് നിസ്സംഗത വെടിഞ്ഞ് വചനം നൽകുന്ന ആലോചനകൾ ജീവിതത്തിൽ സ്വീകരിച്ചും സ്വാംശീകരിച്ചും വചനാനുസൃതം ഞാൻ ഈ വർഷം മുഴുവൻ അല്ല, എൻ്റെ ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെ ജീവിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. എൻ്റെ പഠന ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് ഈ ചുങ്കത്തറ പ്രദേശത്ത് കടന്നു വരികയും ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നുകൂടി ആമുഖമായി ഞാൻ പങ്കുവെച്ചു കൊള്ളട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ ശ്രദ്ധേയമായ പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് പഴയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന വിലാപങ്ങളുടെ പുസ്തകം. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ പുതിയ നിയമം പഠിക്കുവാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. എൻ്റെ ഐച്ഛിക വിഷയം പുതിയ നിയമം ആണ്. എന്നാൽ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന കോട്ടയത്തുള്ള ഡോക്ടർ തോമസ് മാർ അത്തനീഷ്യസ് മെമ്മോറിയൽ റിസർച്ച് ആൻഡ് ഓറിയൻറ്റേഷൻ സെൻറ്റർ 1-2 ലക്കം മുമ്പ് പ്രതിദിന വേദപഠന സഹായിയുടെ പഠനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് വിലാപങ്ങളുടെ പുസ്തകം ആയിരുന്നു. ആ സമയത്താണ് ആ പുസ്തകം ആഴമായി ഒന്ന് വായിക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനും ക്രിസ്തുവിശ്വാസികളുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ കടന്നു വന്നാൽ
ഒരു ദൈവ പൈതൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നും വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന സന്ദേശം വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് മനസ്സിലായി. കേവലം 5 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ വൈവിധ്യങ്ങളായ അനുഭവങ്ങളുടെ മധ്യത്തിൽ അതിനെ കരുത്തോടെ ഊർജ്ജസ്വലതയോടെ അഭിമുഖീകരിക്കുവാൻ കരുത്തു നൽകുന്ന വചനങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കൺവെൻഷൻ ഈ ഞായറാഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ 5 അധ്യായങ്ങൾ മാത്രമുള്ള വിലാപങ്ങളുടെ പുസ്തകം ഒന്ന് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാം വളരെ സുവ്യക്തമായ ചരിത്ര പശ്ചാത്തലമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ആദ്യ അധ്യായങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, അല്ല വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ ആദ്യത്തെ 1-2 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഈ പുസ്തകം രചിക്കപ്പെടുവാനുള്ള ചരിത്ര പശ്ചാത്തലം വളരെ കൃത്യമായി ഈ ആദ്യ അധ്യായങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് യെരുശലേം ദേവാലയത്തിൽ വളരെ സന്തോഷപൂർവ്വം ആരാധിച്ച് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി യെരുശലേമിൽ പാർത്തിരുന്ന ദൈവജനത്തെ അടുത്ത രാഷ്ട്രമായ ബാബിലോണിലെ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ചക്രവർത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. നെബൂഖദ്നേസർ ചക്രവർത്തി രാജാവ് സകല സൈന്യങ്ങളുമായി കടന്നു വന്ന് യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ളത് നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലം മുതൽ നമുക്ക് വളരെ സുപരിചിതമായ ചരിത്രമാണ്. നെബൂഖദ്നേസർ ചക്രവർത്തിയുടെയും രാജാവിൻ്റെയും നേതൃത്വത്തിലുള്ള പടയാളികൾ യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവർ ചെയ്ത ആദ്യത്തെ കാര്യം യെരുശലേം ദേവാലയം തകർത്തു എന്നുള്ളതാണ്. യെരുശലേം ദേവാലയം തകർക്കുക മാത്രമായിരുന്നില്ല, യെരുശലേം ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ, വിശേഷപ്പെട്ട വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക് പോയി എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ ഇതുകൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞില്ല, മറിച്ച് പട്ടണം തീവച്ച് നശിപ്പിക്കുകയും പട്ടണവാസികളുടെ കൈവശമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ, വിലപിടിച്ച വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് അന്യദേശത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് വളരെ സന്തോഷത്തോടെ കുടുംബത്തോട് ചേർന്ന് സഹോദരീ ബന്ധത്തിൻ്റെ ഊഷ്മളതയും സുതാര്യതയും നിലനിർത്തിക്കൊണ്ട് താമസിച്ച യെരുശലേമിലെ പട്ടണ നിവാസികളിൽ ചിലരെ മാത്രം ബോധപൂർവം തിരഞ്ഞുപിടിച്ച് പ്രവാസികളായി, അടിമകളായി ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയ ഒരു ചരിത്ര പശ്ചാത്തലമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിന് നമ്മളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതിയ ഒരു ജനം, വളരെ പ്രൗഢഗംഭീരമായി പണിത യെരുശലേം ദേവാലയം ഒരിക്കലും തകർക്കപ്പെടുകയില്ല എന്ന് കരുതിയ ദൈവജനം, തങ്ങൾ വളരെ സന്തോഷകരമായി ആത്മാഭിമാനത്തോടെ ഈ പട്ടണത്തിൽ പാർക്കുമ്പോൾ ഞങ്ങളെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കരുതിയ ഒരു ദൈവജനത്തിന് മുമ്പിലാണ് വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സംഭവങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മളെ തളർത്തിക്കളയുവാനുള്ള സാധ്യതയുണ്ട്, വിശ്വാസത്തിൽ പിന്മാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ള ആശങ്കകളുണ്ട് എന്നുള്ളത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു കൂട്ടർ പ്രവാസികളായി, അടിമകളായി ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ്. എന്നാൽ വളരെ സ്നേഹത്തോടെ എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ള മറ്റൊരു കാര്യം, ഈ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടവരുടെ അവസ്ഥയേക്കാൾ ക്ലേശകരവും ദുഃഖകരവുമായ അവസ്ഥയായിരുന്നു യെരുശലേമിൽ തുടർന്ന് പാർക്കേണ്ടി വന്നവരുടെ അവസ്ഥ എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ പട്ടണം തീവെച്ച് നശിപ്പിച്ചു, കൊള്ളവെച്ച് തകർക്കപ്പെട്ടു. അതിലുപരിയായി അവരുടെ ആരാധനയുടെ, അവരുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ ജീവിതത്തിൻ്റെ ശിരാകേന്ദ്രമായിരുന്ന ദേവാലയം തകർക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പലരെയും, കൂട്ടത്തിൽ ബുദ്ധിശക്തിയുള്ളവർ, ആരോഗ്യമുള്ളവർ, സുന്ദരന്മാർ, ശുശ്രൂഷ ചെയ്യുവാൻ നിപുണർ, കൂട്ടത്തിൽ കൊള്ളാവുന്നവരെയൊക്കെ പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ടു. അങ്ങനെ പ്രവാസത്തിൽ പോയവരെ പോലെ തന്നെ
പ്രവാസത്തിൽ പോകാതെ യെരുശലേമിൽ പാർത്തിരുന്നവരുടെ അവസ്ഥയും വളരെ സങ്കീർണമായ അവസ്ഥയായിരുന്നു, പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആകെ ഈ ആമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, ജനം വിലാപത്തിൻ്റെ ഒരു ഭൂമികയിൽ ആയിരുന്ന കാലഘട്ടത്തിലാണ്. യെരുശലേമിൽ പാർത്തിരുന്നവരും പ്രവാസത്തിലേക്ക് പോകപ്പെട്ടവരും ഒരുപോലെ കരഞ്ഞ് വിലപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇരമ്യ പ്രവാചകനാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് എന്ന് ആണ് പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ചു വരുന്നത്. അതിൻ്റെ കാരണം ഇരമ്യാവ് വിലപിക്കുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവജനം അവരുടെ വിശ്വാസ ജീവിത യാത്രയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ രചന ഉദ്ദേശം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അവൻ വിശ്വാസത്തിൽ പിന്മാറിപ്പോകരുത് എന്നും, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്തു നൽകുന്ന ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കും എന്നും, വിശ്വാസ ജീവിതം ഒരു പ്രത്യാശ നിർഭരമായ ജീവിതമായിരിക്കുമെന്നും അവരെ പഠിപ്പിക്കുവാൻ, പ്രവാസത്തിലായിരുന്ന ദൈവജനത്തിന് വളരെ ക്രിയാത്മകമായും സർഗാത്മകമായും പ്രവാസത്തെ അതിജീവിക്കുവാൻ കരുത്ത് പകരുവാൻ, യെരുശലേമിൽ പാർത്തിരുന്ന ദൈവജനത്തിന് പ്രതീക്ഷയുടെ പുതിയ ദിനങ്ങൾ അനതിവിദൂര ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകുവാൻ വളരെ ശ്രദ്ധേയമായി എഴുതപ്പെട്ട ഈ 5 അധ്യായങ്ങൾ ഉള്ള ഈ വിലാപങ്ങളുടെ പുസ്തകം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിത തീർത്ഥയാത്രയിൽ നമുക്ക് ശക്തി പകരുന്ന, ഊർജം പ്രദാനം ചെയ്യുന്ന, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ തളർന്നു പോകാതെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ധ്യാനിച്ച് ആശ്വാസം കണ്ടെത്തുവാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിച്ച് ആഴത്തിൽ ധ്യാനിച്ചാൽ അത് നമുക്ക് പ്രതീക്ഷ നൽകും, പ്രത്യാശ നൽകും, ഉണർവ് നൽകും. അങ്ങനെയെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഒരു ചെറിയ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 3 ചെറിയ ആലോചനകൾ നൽകി അഭിമന്യ തിരുമേനി എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ധ്യാനം പൂർത്തീകരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ ലളിതമായ 3 കാര്യങ്ങളാണ്. എന്നാൽ അത് ഗൗരവമായി നമ്മൾ കാണുമെങ്കിൽ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കരുത്ത് നൽകും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട 3-ാം അധ്യായം 19 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ 3 പാഠങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കും. ഒന്നാമതായി ഈ വേദഭാഗം തരുന്ന ഒരു ആലോചന അതിൻ്റെ 21-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ പറയുകയാണ്, എഴുത്തുകാരൻ പറയുകയാണ്, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിജീവനത്തിൻ്റെ 1-ാമത്തെ പാഠം എന്ന് പറയുന്നത് റിമെമ്പർ ദ പാസ്റ്റ്, റിമെമ്പർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ പ്രൊവിഡൻസ് ദാറ്റ് യു എക്സ്പീരിയൻസ്ഡ് ഇൻ ദ പാസ്റ്റ്. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ധ്യാനാത്മകമായി ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അത് കരുത്തു നൽകും എന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ഓർക്കുവാൻ ഇഷ്ടം എന്ന് പറയുന്നത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളെക്കുറിച്ചും ദൈവം നൽകിയ നന്മകളെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്. എന്നാൽ ഈ വേദഭാഗത്ത് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കയ്പായി സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ ഓർക്കും, കാഞ്ഞിരമായി സംഭവിച്ചിട്ടുള്ളത് ഓർക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ അനിഷ്ടമായി സംഭവിച്ചിട്ടുള്ളത് ഓർക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരാണ് നമ്മളെല്ലാം, നന്മകളെക്കുറിച്ച് ഓർക്കുന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കയ്പായ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കും, അനിഷ്ടമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാഞ്ഞിരമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ഓർക്കും.
എന്തിനാണ് പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്? ഇതിനെക്കുറിച്ച് ഓർക്കുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇന്നെൻ്റെ ജീവിതത്തിൽ കയ്പായി ചിലത് സംഭവിക്കുമ്പോൾ, ഇന്നെൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് ചിലത് സംഭവിക്കുമ്പോൾ, ഞാൻ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ സമാനമായ ഇത്തരം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, എൻ്റെ സഭയുടെ വിശ്വാസ ജീവിതയാത്രയിൽ സംഭവിച്ചപ്പോൾ ദൈവം എങ്ങനെ അതിനെ അതിജീവിക്കാൻ കരുത്തു നൽകി എന്നുള്ളതിനെക്കുറിച്ച് ഓർത്താൽ അത് മതി ഇന്നത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കരുത്തു നൽകുന്നത് എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. So remember the protection and the providence that you experienced in the past in your crisis period is a tool to overcome the present crisis. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി സമാനമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ ഞങ്ങൾ അഭിമുഖീകരിച്ചു, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ അഭിമുഖീകരിച്ചു, അവിടെ ദൈവം എങ്ങനെ കരുതി സംരക്ഷിച്ചു സൗഖ്യമാക്കി എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ അത് മതി ഇന്നത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നത് എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആലോചന. സോ റിമെമ്പർ ദ പാസ്റ്റ്. Remember the protection and the providence that you experienced in the past is a tool to overcome the present crisis. അങ്ങനെയെങ്കിൽ ഈ ചുങ്കത്തറ കൺവെൻഷനിൽ വളരെ ശ്രദ്ധയോടുകൂടി വചനം കേൾക്കുന്ന, ഈ പന്തൽ നിറഞ്ഞ് കവിഞ്ഞ് വചനം കേൾക്കുന്ന ദൈവമക്കളോട് സ്നേഹത്തോടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനം ശാന്തമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന സമാനമായ ഒരു ചിന്ത എന്തായിരിക്കും? മറ്റൊന്നും ആയിരിക്കത്തില്ല. ഇവരുടെ പൂർവ്വ മാതാപിതാക്കൾ നെബൂഖദ്നേസർ രാജാവിനേക്കാൾ കഠിന ഹൃദയനായ ഫറവോന്റെ കീഴിൽ അടിമത്വത്തിലായിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ ഓർമ്മ വരും. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു, ഊഴിയ വിചാരകർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ദൈവജനത്തെ മോശയിലൂടെ വിടുവിക്കുവാൻ നേതൃത്വം നൽകിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരുടെ മനസ്സിൽ കടന്നു വരും. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവരുടെ കൂടെ നിരന്തരം സഞ്ചരിച്ച ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. മുമ്പിൽ ചെങ്കടൽ കണ്ട് അവർ വല്ലാതെ ഭയപ്പെട്ടപ്പോൾ, പിമ്പിൽ ഫറവോന്റെ സൈന്യത്തെ കണ്ട് അവർ പേടിച്ചപ്പോൾ, ചെങ്കടലിന് മധ്യേ പാതയൊരുക്കി സുരക്ഷിതമായി തങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളെ കനാൻ നാട്ടിൽ എത്തിച്ച ഒരു ദൈവത്തെക്കുറിച്ച് അവർ ഓർത്തെടുക്കുവാൻ സാധിച്ചാൽ അത് മതി പ്രിയമുള്ളവരെ. ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന ഞങ്ങളെയും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർത്തെടുക്കുവാൻ. അതുകൊണ്ട് ഇന്നലകളിൽ കയ്പായി കാഞ്ഞിരമായി സംഭവിച്ച അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തെടുത്താൽ അവിടെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തി എന്നുള്ളത് നമ്മുടെ ഒരു ധ്യാന വിഷയമാക്കി തീർത്താൽ ഇന്നത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അത് കരുത്തു നൽകും എന്ന് വളരെ കൃത്യമായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സമയം പോലെ ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം ശ്രദ്ധയോടെ വായിക്കും. അവിടെ കൃത്യമായി പറയുന്ന 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാം. ആവർത്തന പുസ്തകം 6-ന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 6-ന്റെ 20 പറയുന്നു: നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന്റെ അടിമകളായിരുന്നു എന്നുള്ള ചരിത്രമാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ വായിക്കാൻ സമയമില്ല. 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്: നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ബാബിലോണിയ പ്രവാസത്തിൻ്റെ കൈപ്പേറിയമായ തീവ്രമായ അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങൾ അത് കണ്ട് തളർന്നു പോകരുത്, നിരാശചിത്തരായി തീരരുത്. നിങ്ങൾ ശാന്തമായി ഒന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചൊന്ന് ഓർത്താൽ സമാനമായ അനുഭവങ്ങളിൽ വിടുവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും സാമീപ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിൽ കടന്നു വരും. അത് മതി ഇന്നത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എന്ന് കൃത്യമായി വിലാപങ്ങളുടെ പുസ്തകം പറയുകയാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം പറയുന്നത്: ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. അതുകൊണ്ട് റിമെമ്പറൻസ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് ഈസ് എ ടൂൾ ടു ഓവർകം ദ ക്രൈസിസ്. അതൊരു അതിജീവനത്തിൻ്റെ വലിയ ടൂളാണ് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് മർത്തോമ സഭയിലെ വൈദികരെ ഏറ്റവും ബഹുമാനമുള്ള അച്ഛൻ ബഹുമാനപ്പെട്ട AK ജോർജ് അച്ഛനാണ്.
എനിക്ക് എവിടൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലും ബഹുമാനപ്പെട്ട AK ജോർജ് അച്ഛനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു പതിവുണ്ട്. ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് അച്ഛൻ എഴുതിയ 2 ചെറിയ ബുക്ക്ലെറ്റുകൾ വായിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. AK ജോർജ് അച്ഛൻ ആരാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല. വളരെ നിസ്തുലമായ ഒരു പട്ടത്വ ശുശ്രൂഷ, ദൗത്യ ശുശ്രൂഷ മർത്തോമാ സഭയിൽ നിർവഹിച്ച പട്ടക്കാരനാണ് AK ജോർജ്. 35-ൽ പരം വർഷം ടിബറ്റൻ ബോർഡറിൽ പോയി താമസിച്ച വളരെ അനുഗ്രഹീതമായ പട്ടത്വ ശുശ്രൂഷ നിർവഹിച്ച, ഭാരതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് മാർത്തോമാ സഭയുടെ സുവിശേഷം എത്തിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച് അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച അനുഗ്രഹീതനായ ഒരു പട്ടക്കാരനാണ് AK ജോർജ്. അച്ഛൻ എഴുതിയ 2 ബുക്ക്ലെറ്റിൻ്റെ ടൈറ്റിൽ മാത്രം ഞാനൊന്ന് പറയട്ടെ. ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ ക്രിസ്തുവിനോടൊപ്പം ലാമമാരുടെ നാട്ടിൽ എന്നാണ്. 2ാമത്തെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തടവറയിലെ സംഗീതം എന്നാണ്. ഈ 2 പുസ്തകങ്ങളും ഏകദേശം തന്നെ 35 വർഷത്തെ ടിബറ്റൻ ബോർഡറിലെ ശുശ്രൂഷകൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, പിറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ ദൈവം എങ്ങനെ തന്നെ കരുതി പരിപാലിച്ചു ബലപ്പെടുത്തി എന്നുള്ളതിൻ്റെ കഥകൾ പറയുന്ന, മിഷൻ സ്റ്റോറീസ് പറയുന്ന, വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സുന്ദരമായ ബുക്ക്ലെറ്റുകളാണ്. ഇന്ന് എനിക്ക് തോന്നിയത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ക്രിസ്തുവിനോടൊപ്പം ലാമമാരുടെ നാട്ടിൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ പരിശോധിച്ചാൽ മതിയാകും. കഴിഞ്ഞ 35 വർഷം പ്രശ്നസങ്കീർണമായ, അപരിചിതമായ, സാംസ്കാരിക വൈവിധ്യമുള്ള, അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് പാർത്തപ്പോൾ ക്രിസ്തുവിനോടൊപ്പം ആയിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ എന്തു വലിയ ഒരു സാക്ഷ്യമാണ്. തടവറയിലെ സംഗീതം എന്ന് പറയുന്നത് തൻ്റെ 35 വർഷത്തെ അവിടുത്തെ ശുശ്രൂഷയിൽ താൻ അഭിമുഖീകരിച്ച ചില പ്രതിസന്ധികളുടെ ചരിത്രം, അതിൽ ദൈവം എങ്ങനെ നടത്തിയെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ചില അനുഭവങ്ങൾ അച്ഛൻ കുറിച്ച് ഇട്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ്. അച്ഛൻ 3 വർഷത്തിലൊരിക്കലാണ് നാട്ടിൽ വന്ന കുടുംബാംഗങ്ങളോടൊപ്പം കായംകുളത്തിനടുത്ത് കാപ്പിൽ താമസിക്കുന്നത്. കൊച്ചമ്മ അധ്യാപികയായിരുന്നു, മക്കൾ ഒക്കെ നാട്ടിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അച്ഛൻ നാട്ടിൽ വന്ന് ചില ദിവസങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം പാർത്തതിന് ശേഷം മടങ്ങി പോവുകയാണ്. ഡൽഹി വരെ ട്രെയിനിൽ പോകാൻ സാധിക്കും. അതിനുശേഷം 2 ദിവസം ചെറിയ ട്രക്ക് പോലുള്ള വാഹനത്തിൽ സഞ്ചരിക്കണം. അത് തേജം എന്ന് പറയുന്ന താഴ്വാരത്തിൽ വരെ അന്ന് ചെറിയ വാഹനങ്ങൾ വരുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ആശ്രമത്തിലേക്ക്, മുൻഷിയാരി എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് 2 ദിവസം കാൽനടയായി സഞ്ചരിക്കാം. അങ്ങനെ ഈ പ്രാവശ്യം അച്ഛൻ നാട്ടിൽ വന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം താമസിച്ച് ഡൽഹി വരെ ട്രെയിനിലെത്തി. അതിനുശേഷം 2 ദിവസം ചെറിയ ട്രക്കിൽ സഞ്ചരിച്ച് തേജം എന്ന് പറയുന്ന താഴ്വരയിലെത്തി. സഹായിയായ ഒരു ലാമയെ കൂടെ കൂട്ടി അച്ഛനും ഈ ലാമയും കൂടെ മുൻഷിയാരി എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ്. 2 ദിവസം നടന്നു പോകണം. ആദ്യത്തെ ദിവസം യാത്ര വളരെ പ്ലസൻ്റ് ആയിരുന്നു. 2ാമത്തെ ദിവസം കലാമുനി എന്ന് പറയുന്ന പർവ്വതം കയറി ഇറങ്ങണം. അച്ഛൻ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ നിമിഷങ്ങളൊക്കെ യാത്ര വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് ഹിമാലയ സാനുക്കളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുന്നത്. അച്ഛൻ പറയുകയാണ്, തങ്ങൾ നടന്നുപോയ ചെറിയ വഴികൾക്ക് മുകളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി. റോഡൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. നമുക്കറിയാം, മഞ്ഞുപാളികളിലൂടെ പിന്നെ നടക്കാൻ സാധിക്കത്തില്ല. സ്ലിപ്പ് ചെയ്താൽ ഒരു വശത്ത് ചെങ്കുത്തായ താഴ്ചയാണ്. അച്ഛൻ തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് താനും ആ സഹായിയായ ലാമയും ഏകദേശം 200 മീറ്റർ ഇരുന്ന് ഈ മഞ്ഞുപാളികൾക്കുള്ളിൽ നിരങ്ങി നീങ്ങി. പെട്ടെന്ന് വലതുവശത്ത് ഒരു വലിയ ഗുഹ കണ്ടു. അച്ഛനും ഈ സഹായിയായ ലാമയും അതിനുള്ളിൽ പ്രവേശിച്ച് സുരക്ഷിതമായി കഴിയുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വളരെ പെട്ടെന്ന് മഞ്ഞുപാളികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വീണ് ഈ ഗുഹയുടെ മുഖവാരം മുഴുവൻ അടഞ്ഞുപോയി. അച്ഛൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ശ്വാസം കിട്ടുവാനുള്ള പ്രയാസമുണ്ട്. ഈ കോവിഡ് കാലത്ത് നമ്മൾ അഭിമുഖീകരിച്ച ഒരു പ്രതിസന്ധിയായിരുന്നുവല്ലോ ശ്വാസം ലഭിക്കാതെ വരുന്നു എന്നുള്ളത്. കാരണം ഓക്സിജൻ ലഭ്യത ആ ഗുഹയ്ക്കുള്ളിൽ കുറയുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രതിസന്ധി അച്ഛൻ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ എഴുതിയിരിക്കുന്നു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടി തൻ്റെ മടിയിൽ വെച്ചതിന് ശേഷം പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന പാട്ടിൻ്റെ ഈരടി ആവർത്തിച്ച് പാടി അന്ന് രാത്രി മുഴുവൻ ആ ഗുഹയ്ക്കുള്ളിൽ ചിലവഴിച്ചു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ ജ്വാലയൊക്കെ അടിച്ച് മഞ്ഞുപാളികൾ ഉരുകി മാറി റോഡൊക്കെ ദീപ്തമായതിന് ശേഷമാണ് അച്ഛൻ സഞ്ചരിച്ചത് എന്ന് പറയുകയാണ്. ഞാൻ ഈ
സംഭവം പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. അച്ഛൻ 35 വർഷത്തെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ ദൈവം എങ്ങനെ അത്ഭുതകരമായി കരുതി പരിപാലിച്ചു സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ തൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലെ മിഷൻ സ്റ്റോറീസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ 70 വർഷത്തിൻ്റെ വാർഷികം കൊണ്ടാടുന്ന ഒരു കൺവെൻഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ 5ാം ദിവസമാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജൂബിലി സെലിബ്രേഷനിലാണ് നമുക്ക് ഈ ജൂബിലി സെലിബ്രേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ റിട്രോസ്പെക്ഷൻ. പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതിനുള്ള ഒരു അവസരമാണ് ജൂബിലി എന്ന് പറയുന്നത്. 70 വർഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് എത്രയോ സാക്ഷ്യങ്ങൾ പറയുവാൻ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഈ മലബാറിൻ്റെ പ്രദേശത്ത് നമ്മൾ തരിച്ചു നിന്ന നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വഴികൾ വെട്ടിത്തുറന്ന് എത്ര അനുഗ്രഹീതമായി നമ്മളെ നടത്തിയതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ജൂബിലി എന്ന് പറയുന്നത്, പ്ലാറ്റിനം ജൂബിലിയുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഒക്കേഷൻ ഫോർ റിട്രോസ്പെക്ഷൻ, ലുക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് ടു എക്സ്പ്രസ് അവർ സിൻസിയർ താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ് ഓൾമൈറ്റി ഫോർ ഓൾ ദ മാനിഫോൾഡ് ബ്ലെസ്സിങ്സ് ഹി ഷവേർഡ് അപ്പോൺ us. അതുകൊണ്ട് ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളുടെ മധ്യത്തിലും ദുഃഖനിർഭരമായ അനുഭവങ്ങളുടെ മധ്യത്തിലും കയ്പും കാഞ്ഞിരവുമായി നമ്മൾ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവം ഞങ്ങളെ കരുതുവാനുണ്ടായിരുന്നു എന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കുമ്പോഴാണ്, അല്ല ഇത് അടുത്ത തലമുറയോട് കൃത്യമായി സംവേദനം ചെയ്യുവാൻ യാതൊരു മടിയും കൂടാതെ, യാതൊരു കലർപ്പും കൂടാതെ അടുത്ത തലമുറയോട് പറയുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി തീരുമ്പോഴാണ് ഈ വർഷത്തെ ജൂബിലി ആഘോഷം അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ട് റിമെമ്പർ ദ പാസ്റ്റ്, റിമെമ്പർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ പ്രൊവിഡൻസ് ദാറ്റ് യു എക്സ്പീരിയൻസ് ഇൻ ദ പാസ്റ്റ് is a tool to overcome the present crisis. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. രണ്ടാമതായി നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് തരുന്ന ഒരു ആലോചന, പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തോടും എല്ലാം തകർക്കപ്പെട്ട യഹൂദിയയിൽ പാർക്കേണ്ടി വന്ന ദൈവജനത്തോടും പറയുന്ന ആലോചന. പ്രതിസന്ധി കാലഘട്ടം എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ കാലഘട്ടമായി തീരണമെങ്കിൽ രണ്ടാമതായി നമ്മൾ വിശ്വാസത്തിൻ്റെ പുനർനിർമ്മിതിയുടെയും പ്രത്യാശയുടെ പുനരുജ്ജീവനത്തിൻ്റെയും കാലഘട്ടമായി അത് മാറണം എന്നാണ്. സോ ക്രൈസിസ് സിറ്റുവേഷൻസ് ആർ ഒക്കേഷൻ ഫോർ റീകൺസ്ട്രക്ഷൻ ഓഫ് അവർ ഫെയ്ത്ത് ആൻഡ് റിജുവിനേഷൻ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ വിശ്വാസം പുനർക്രമീകരിക്കേണ്ടതിൻ്റെ സമയമാണ്, നമ്മുടെ പ്രത്യാശ പുനർനിർമ്മിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്ന ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു പശ്ചാത്തലം ഗൗരവമായി നമ്മൾ വിലയിരുത്തണം. ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക് പോയവർ, പിടിക്കപ്പെട്ടു പോയവരെ സംബന്ധിച്ച് എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവർ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് നെബൂഖദ്നേസർ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ വിശ്വാസത്തിൽ നകറ്റുവാനുള്ള ബോധപൂർവമായ പ്രലോഭനത്തിൻ്റെ ആവിഷ്കാരങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു. അതിലൊരു കാര്യം മാത്രമാണ് പിടിച്ചുകൊണ്ടുപോയ ദാനിയേൽ, ഹനന്യാവ്, അസറിയാവ്, മീശായേൽ എന്നിവരുടെ പേരുകൾ മാറ്റി ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദൈവങ്ങളുടെ പേരുകൾ കൊടുത്തത്. ബാബിലോണിയ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ബുദ്ധിമാനായതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന യുവാക്കളിൽ, പ്രജകളിൽ ബഹുഭൂരിപക്ഷം പേരുടെയും പേരുകൾ ജീവനുള്ള ദൈവത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ന്യായകർത്താവ് എന്നാണ്. മീശായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്നവൻ എന്നാണ്. അസരിയാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ സഹായിച്ചു എന്നാണ്. ഹനന്യാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ കരുണയുള്ളവൻ എന്നാണ്. അപ്പോൾ നെബൂഖദ്നേസർ മനസ്സിലാക്കുകയാണ്, പ്രവാസികളായി പിടിച്ചുകൊണ്ടുവന്ന ബഹുഭൂരിപക്ഷം യുവാക്കളുടെയും പേരുകൾ ജീവനുള്ള ദൈവത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട യഹോവ സഹായിച്ചു, യഹോവ എൻ്റെ ന്യായകർത്താവ്, യഹോവ കരുണയുള്ളവൻ എന്നൊക്കെയാണ്. അതുകൊണ്ട് രാജാവ് ശ്രമിച്ച കാര്യം അവരുടെ പേരുകൾ മുഴുവൻ മാറ്റി പുതിയ പേരുകൾ കൊടുക്കുകയാണ്. ദാനിയേലിന് കൊടുത്ത പേരാണ് ബേൽഷസർ എന്ന പേരാണ് കൊടുത്തത്. ഹനന്യാവ്, അസറിയാവ്, മീശായേൽ എന്നിവർക്ക് കൊടുത്ത പേരാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേരാണ് കൊടുത്തത്. സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് സാധാരണ സൺഡേ സ്കൂൾ അധ്യാപകർ ഒരു ചോദ്യം ചോദിക്കും, തീച്ചൂളിയുടെ മധ്യത്തിൽ ആനന്ദ നൃത്തം നടത്തിയ യുവാക്കളുടെ പേരുകൾ എന്താണ്? കുട്ടികൾ എഴുതും ശദ്രക്, മേശക്, അബേദ്നെഗോ. നമ്മൾ പൂർണ്ണമാർഗം കൊടുക്കും. എന്നാൽ അവരുടെ ഒറിജിനൽ പേര് ഹനന്യാവ്, അസറിയാവ്, മീശായേൽ എന്നാണ്. ഈ ചക്രവർത്തി പേരുകൾ മാറ്റി വെറുതെയല്ല മാറ്റിയത്, മറിച്ച് പേരുകൾ മാറ്റി കൊടുത്തത് ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദേവന്മാരുടെ പേരുകളാണ്.
ബേൽഷസർ എന്ന പേര് ബാൽ എന്ന് പറയുന്ന ദേവന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്. മീശായേൽ എന്ന പേര് കൊടുത്തത് തീർച്ചയായിട്ടും ശേഷക് എന്ന് പറയുന്ന ദേവന്റെ പേരുമായിട്ടാണ്. അബേദ്നെഗോ എന്ന പേര് കൊടുത്തത് അവരുടെ പട്ടണത്തിലുണ്ടായിരുന്ന നെഗോ ദേവന്റെ പേരുമായി ബന്ധപ്പെട്ട. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട പേരുകൾ മാറ്റി ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദേവന്മാരുടെ പേരുകൾ കൊടുക്കുക വഴി രാജാവ് ശ്രദ്ധിച്ച ഒരു കാര്യം അവരെ വിശ്വാസത്തിൽ നകറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാലഘട്ടം വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? യെരുശലേമിൽ പാർത്തിരുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾക്കുള്ളിലാണ് എല്ലാം നഷ്ടപ്പെടുന്നത്. ദേവാലയം നഷ്ടപ്പെട്ടു, പട്ടണം നഷ്ടപ്പെട്ടു, വിഭവങ്ങൾ നഷ്ടപ്പെട്ടു. എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും? അവർ പ്രതീക്ഷകളല്ലേ നിമിഷങ്ങൾ കൊണ്ട് തകർന്നു പോയത്. എന്നാൽ ഇതിനെ അതിജീവിക്കുവാൻ ഈ വിലാപങ്ങളുടെ പുസ്തകം എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും പ്രത്യാശ നിർഭരമായ ജീവിതത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യുന്നു. 21 വാക്യത്തിൽ ദൈവം ആരാണ് എന്ന് നിർവചിച്ചുകൊണ്ട് പറയുന്നത് അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രവാസത്തിൻ്റെ പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് കരുതി വിലാപങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ദൈവം കരുണാമയനാണ് എന്നുള്ളതാണ്. ദ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഓഫ് ഗോഡ് വിൽ നെവർ സീസസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ വറ്റിപ്പോകുന്ന കരുണയല്ല എന്ന് പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനം മനസ്സിലാക്കണം. കാരണം അവരുടെ പൂർവ്വ മാതാപിതാക്കളോട് കരുണ കാണിച്ച ദൈവമാണ്. ഫറവോന്റെ അടിമത്വത്തിലായിരുന്ന ജനത്തോട് കരുണ കാണിച്ച ദൈവമാണ് ബാബിലോണിയ സാമ്രാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ദൈവജനത്തിൻ്റെ ദൈവം. അതുകൊണ്ട് കരുണ വറ്റിപ്പോകാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാറണം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 21 വാക്യത്തിൽ തുടർന്ന് പറയുന്ന മറ്റൊരു കാര്യം, ഓരോ ദിവസവും പുതിയ കൃപ നൽകി വഴി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്നാണ്. ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ന്യൂ എവ്രി മോർണിംഗ് ആൻഡ് എവ്രി ഡേ. ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും പുതുതായ കൃപയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയിലെ ആദ്യത്തെ 2 വർഷം അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം തിരുവല്ല പുലാത്തിൽ താമസിച്ച് പ്രവർത്തിച്ച ഒരച്ഛനാണ്. അഭിമന്യ തീത്തോസ് തിരുമേനിയും നമ്മുടെ പ്രിയപ്പെട്ട സജു അച്ഛനുമൊക്കെ ദീർഘനാളുകൾ തിരുമേനിയോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും പുലാത്തീൻ അരമനയിലെ ചാപ്പലിലെ രാവിലത്തെ പ്രാർത്ഥനയിൽ തിരുമേനി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഒരു പുതിയ ദിവസം നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ പുതിയ ദിവസം പുതിയ കൃപ നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന്. പുതിയ ദിവസം പുതിയ കൃപ നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പട്ടത്വ ശുശ്രൂഷയുടെ തുടക്കത്തിലായിരുന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. എന്നാൽ പിന്നീട് വിവിധ ഇടവകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ നാളത്തെ ദിവസം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുന്ന രാത്രികളിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലെങ്കിൽ ആഴം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നാളെ ഒരു പുതിയ ദിവസമാണ്, പക്ഷേ ആ പുതിയ ദിവസം പുതിയ കൃപ നൽകി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത്. ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ന്യൂ എവ്രി മോർണിംഗ് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള ദൈവമക്കളെ, നീ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പ്രശ്നത്തെ ആയിരിക്കാം നാളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ദൈവജനം അവരുടെ വിശ്വാസ തീർത്ഥയാത്രയിൽ ഇതുവരെയും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയുടെയും പ്രവാസത്തിൻ്റെയും പുതിയ പരിസരങ്ങളിലാണ് അവർ പാർക്കുന്നത്. എന്നാൽ നാളത്തെ അനുഭവം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ അനുഭവത്തിൻ്റെ മധ്യത്തിൽ പുതിയ കൃപ നൽകി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ദൈവ പൈതലിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിച്ചാൽ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കും. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്താണ് എന്നെനിക്കറിയില്ല. കൊറോണ വൈറസിൻ്റെ വ്യാപനം തൽക്കാലം കുറഞ്ഞെങ്കിലും നാളെ എന്ത് സംഭവിക്കും എന്നെനിക്കറിയത്തില്ല. എന്നാൽ നാളത്തെ ദിവസം നൽകുന്ന സാധ്യതകളും നാളത്തെ ദിവസം എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളും ദൈവം നൽകുന്ന പുതിയ കൃപയുടെ വെളിച്ചത്തിൽ ധൈര്യപൂർവ്വം തരണം ചെയ്യുവാൻ എനിക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഒരു ദൈവ പൈതലിനുണ്ടോ എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്നത്. മൂന്നാമതായി അതേ വാക്യത്തിൽ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് എന്നുള്ളതാണ്. ഗ്രേറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. നിങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളോട് വിശ്വസ്തരായിരുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വിശ്വസ്തനായ ദൈവമാണ്. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും, ഉറക്കെ പറഞ്ഞോ,
അനന്യൻ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലകളിൽ നമ്മളോട് വിശ്വസ്തത കാണിച്ച ദൈവം, ഇന്ന് നമ്മളോട് വിശ്വസ്തത കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ദൈവം നാളെ നിന്റെ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലും പ്രശ്നനിർഭരമായ സാഹചര്യങ്ങളിലും നിരാശയുടെ നീർച്ചുഴിയിലും വിശ്വസ്തനായി നിന്നോട് കൂടെ ഉണ്ടാകും എന്നുള്ള വലിയ ബോധ്യമാണ്, വലിയ ഉറപ്പാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തിന് നൽകുന്നത് എന്ന് വിലാപങ്ങളുടെ പുസ്തകം കൃത്യമായി നമ്മളെ അടയാളപ്പെടുത്തും. എന്നാൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് 24-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സവിശേഷത പറയുന്നതാണ്. 24-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ എൻ്റെ ഓഹരിയാണ് എന്നുള്ളത്. ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, ഗോഡ് ഈസ് മൈ പാർട്ട്ണർ ആൻഡ് ഗോഡ് ഈസ് മൈ പോർഷൻ. യഹോവ എൻ്റെ പങ്കാളിയാണ്, എൻ്റെ ഓഹരിയാണ് എന്നുള്ള ചിന്ത എത്ര സർഗാത്മകമായ, എത്ര ക്രിയാത്മകമായ ചിന്തയാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും ഓർക്കും, പ്രവാസത്തിൽ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, പ്രശ്നനിർഭരമായ സാഹചര്യങ്ങളിൽ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, വേർ ഈസ് ഗോഡ്, ദൈവം എവിടെയാണ് എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കും. ഈ കഴിഞ്ഞ 2 വർഷം എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മളെല്ലാവരും. എന്നാൽ അങ്ങനെയെങ്കിൽ ആരെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് വചനം ഇന്ന് രാത്രി നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. യഹോവ എൻ്റെ ഓഹരിയാണ്. God is my portion and God is my partner. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും എന്നോടൊപ്പം ഉള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നമ്മളോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രശ്നനിർഭരമായ സാഹചര്യങ്ങളിൽ, ഏകാന്തതയുടെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ നമ്മളോടുള്ള നിരന്തര സാന്നിധ്യമായി, ഓഹരിയായി കൂടെ നിൽക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് യഹോവ എൻ്റെ ഓഹരിയാണ്, എൻ്റെ പങ്കാളിയാണ്, എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസ ബോധ്യമാണ് പ്രിയമുള്ളവരെ ഏത് കാലഘട്ടത്തെയും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവജനത്തിന് കരുത്തു നൽകുന്നത് എന്ന് ഈ വേദഭാഗം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൈസ്തവ ഗാനരചയിതാക്കളിൽ ഒരാളാണ് ജോസഫ് സ്ക്രിവൻ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാട്ടുകൾ ആവർത്തിച്ച് നമ്മുടെ ഗായക സംഘം ഉൾപ്പെടെ പാടിയിട്ടുണ്ട്. ജോസഫ് സ്ക്രിവൻ കൊച്ചു പ്രായത്തിൽ തന്നെ നല്ല തീഷ്ണമായ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ കടന്നു വരും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജോസഫ് സ്ക്രിവൻ. അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, മാതാപിതാക്കളൊക്കെ സമ്മതിച്ചു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വിവാഹത്തിൻ്റെ തലേദിവസം പ്രതിശ്രുത വധു ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോവുകയാണ്. നല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി ജോസഫ് സ്ക്രിവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വൈവിധ്യമാർന്ന അനുഭവങ്ങളെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സധൈര്യം നേരിടുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അയർലൻഡിൽ ജനിച്ച വ്യക്തിയാണ്. എന്നാൽ പിന്നീട് ജോലിയുമായുള്ള ബന്ധത്തിൽ കാനഡ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെയുള്ള പോർട്ട് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ദീർഘനാളുകൾ ജീവിച്ച് പ്രവർത്തിച്ചത്. ഈ ജോസഫ് സ്ക്രിവൻ അറിയപ്പെടുന്നത് പോർട്ട് ഹോപ്പിലെ ഗുഡ് സമരിറ്റൻ എന്നാണ്. പോർട്ട് ഹോപ്പ് എന്ന് പറയുന്ന പട്ടണത്തിലെ നല്ല ശമരിയക്കാരൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം സാമൂഹിക ഉദ്ധാരണ പരിപാടികളിൽ, ആതുര ശുശ്രൂഷ മേഖലയിലൊക്കെ വളരെ സജീവമായി തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന വ്യക്തിയായിരുന്നു ജോസഫ് സ്ക്രിവൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് സ്കോട്ട്ലൻഡിൽ നിന്ന്, തൻ്റെ നാട്ടിൽ നിന്ന്, അയർലൻഡിൽ നിന്ന് തൻ്റെ അമ്മ മാരകമായ രോഗം പിടിപെട്ട് മരണാസന്നയായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു കത്ത് കിട്ടി. കത്ത് കിട്ടുമ്പോൾ ഉടനെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അമ്മയ്ക്ക്, മരണാസന്നയായി കിടക്കുന്ന അമ്മയ്ക്ക് പ്രതീക്ഷയും പ്രത്യാശയും ജനിപ്പിക്കത്തക്ക രീതിയിൽ മനോഹരമായൊരു കത്ത് എഴുതി. ആ കത്തിൻ്റെ അവസാനം പാട്ടിൻ്റെ രൂപത്തിൽ ചില വരികളും അദ്ദേഹം എഴുതി ചേർത്തു. ഈ കത്ത് അമ്മയ്ക്ക് ലഭിച്ചു. അമ്മയ്ക്ക് വളരെ ആശ്വാസം കിട്ടി, പ്രത്യാശയൊക്കെ കിട്ടി. എന്നാൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും അമ്മ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഈ പാട്ട്, ഈ എഴുതിയ പേഴ്സണൽ കത്ത് പിന്നീട് മനോഹരമായ ഒരു പാട്ടായി ക്രിസ്തീയ കീർത്തനത്തിൽ വരും. നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ 173-ാമത്തെ പാട്ട് അതാണ്. എന്ത് നല്ലൊരു സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അതിൻ്റെ ഈരടികളിൽ കൃത്യമായി പറയുന്നുണ്ട്, കഷ്ടം ശോധനകളുണ്ട്, ഭാരം വൈഷമ്യങ്ങളുണ്ട്, എന്നാൽ ദുഃഖം സർവം വഹിക്കുന്ന മിത്രം സങ്കേതമായി നമ്മളോട് കൂടെയുണ്ട്. ഗോഡ് ഈസ് മൈ പാർട്ട്ണർ ആൻഡ് ഗോഡ് ഈസ് മൈ പോർഷൻ. അത് പ്രവാസത്തിലുണ്ട്. എല്ലാം തകർക്കപ്പെട്ട യെരുശലേമിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവജനത്തോടൊപ്പമുണ്ട്. ഈ ഒരു വിശ്വാസ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസത്തെ പുനർക്രമീകരിക്കുവാൻ, പ്രത്യാശ പുനർനിർമ്മിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. 2 ആട്രിബ്യൂട്ടുകൾ കൂടി ദൈവത്തിൻ്റെ ഈ 32-ാം വാക്യത്തിലും 35, 36 വാക്യത്തിലും പറയുന്നു. ഒന്ന്,
ദൈവം മഹാദയാലുവാണ്. ദ കമ്പാഷൻ ഓഫ് ഗോഡ് ഈസ് സോ അബണ്ടന്റ്. 35-36 വാക്യത്തിൽ പറയുന്നു, ദൈവം നീതിമാനാണ്. ഗോഡ് ഈസ് ജസ്റ്റ് ആൻഡ് റൈച്ചസ്. നീതിമാനായ ദൈവം ആണ് നമ്മുടെ ദൈവം എന്ന് പറയും. കാരണം ഈ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീതി പൂർണ്ണമായി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. അവരുടെ മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതിൻ്റെ മധ്യത്തിലാണ് നീതി നിഷേധിക്കപ്പെട്ട ഭരണാധികാരികളെ പോലെയല്ല, നീതി നിഷേധിക്കുന്ന ഭരണാധികാരികളെ പോലെയല്ല, നീതിമാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഗോഡ് ഈസ് ജസ്റ്റ് ആൻഡ് റൈച്ചസ്നെസ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ അക്കമിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി ദൈവത്തിൻ്റെ 6 സവിശേഷതകൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ എൻ്റെ ദൈവം ആരാണ് എന്ന് പൂർണ്ണമായി അനുഭവിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ വിശ്വാസത്തെ രൂപപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം ആരാണെന്ന് രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പിൽ തളർന്നു പോകുകയില്ല. ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു ദിനമുണ്ട് എന്ന് ദൈവ പൈതലിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിജീവനത്തിൻ്റെ 2ാമത്തെ പാഠം എന്ന് പറയുന്നത് ദിസ് ഈസ് an occasion for reconstruction of our faith and rejuvenation of our hope. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പുനർനിർമ്മിതിയുടെ കാലമാണ് എന്നാണ് ഈ വേദഭാഗം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമാനതയില്ലാത്ത പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളാണ് ജീവിക്കുന്നത്. എന്നാൽ ചുറ്റുപാടുകളെ കണ്ട ഒരു ദൈവ പൈതൽ ഭയപ്പെട്ടു പോകരുതെന്നും അതിനപ്പുറത്ത് പ്രത്യാശ ഉള്ള ഒരു ജീവിതം നയിക്കണമെന്നും ഈ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ചിത്രം ഇപ്രകാരമാണ്. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചിത്രമാണ്. അന്താരാഷ്ട്ര സമാധാന വർഷത്തിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രമാണ്. അന്താരാഷ്ട്ര സമാധാന വർഷത്തിൽ മികച്ച ചിത്രം വരയ്ക്കുവാനുള്ള ഒരു കോൾ ലോകമെമ്പാടും പോയി. 100 കണക്കിന് എൻട്രികൾ ലഭിച്ചു. 1ാം സമ്മാനം കിട്ടിയ പടം വളരെ ശ്രദ്ധേയമായ ഒരു പടമായിരുന്നു. അന്താരാഷ്ട്ര സമാധാന വർഷത്തിൽ UN പ്രഖ്യാപിച്ച ഇയർ ഓഫ് പീസ്, അന്താരാഷ്ട്ര സമാധാന വർഷത്തിൽ 1ാം സമ്മാനം കിട്ടിയ ചിത്രത്തിൽ ചിത്രകാരൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. തിരമ്പുന്ന തിരമാലകളുള്ള ഒരു വലിയ കടൽ. ഈ കടലിൻ്റെ തീരത്തു നിന്നും ഇലകളൊന്നുമില്ലാതെ ഏത് നിമിഷവും ഈ കടലിൽ പതിക്കുവാൻ സാധ്യതയുള്ള വളഞ്ഞു നിൽക്കുന്ന ഒരു പടുവൃദ്ധനായ മരം. കാരണം ഇലകളൊന്നുമില്ല, ഏത് നിമിഷവും ഒരു കാറ്റടിച്ചാൽ വീഴും. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ചില്ല ഒടിഞ്ഞു തൂങ്ങി താഴേക്ക് കിടക്കുകയാണ്. ഈ ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു കുരുവി മനോഹരമായ പാട്ട് പാടുന്നതാണ് അന്താരാഷ്ട്ര സമാധാന വർഷത്തിൽ 1ാം സമ്മാനം കിട്ടിയത്. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ആർത്തിരമ്പുന്ന തിരമാലകളാണ്, പ്രക്ഷുബ്ധമായ സാഹചര്യമാണ്. താൻ ചവിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന കമ്പേത് നിമിഷവും ഒടിഞ്ഞ് താഴെ പോകാം. ഇതിൻ്റെ അരികിൽ ഇരുന്ന് സുന്ദരമായ പാട്ട് പാടുന്ന ഈ കുരുവിയുടെ ചിത്രം ഇന്ന് വചനം കേൾക്കുന്ന ഒരു ദൈവ പൈതൽ പോലും ഒരു നിമിഷത്തിൽ പോലും വിസ്മരിച്ചു പോകരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മളെ ഭയപ്പെടുത്തുന്ന തീവ്രമായ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് സ്വപ്നം കാണുന്ന ഒരു കൗണ്ടർ ഇമാജിനേഷനുള്ള കമ്മ്യൂണിറ്റിയാണ് ദൈവമക്കളുടെ കമ്മ്യൂണിറ്റി. അതാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഏത് പ്രതിസന്ധിയെയും പ്രത്യാശയോടെ അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജൂബിലി എന്നൊക്കെ പറയുന്നത് 70ാം വർഷത്തെ ആഘോഷം എന്ന് പറയുന്നത് ദറ്റ് ഈസ് എൻ ഒക്കേഷൻ ഫോർ ഇൻട്രോസ്പെക്ഷൻ. നമ്മിലേക്ക് തന്നെ നോക്കുന്ന ഒരു അവസരമാണ്. ഞാൻ ആദ്യം പറഞ്ഞു പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ്. അങ്ങനെ മാത്രമല്ല, നമ്മിലേക്ക് തന്നെ നോക്കണം. റിട്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് ഇൻവേർഡ്ലി ആൻഡ് ടു ക്രിറ്റിക്കലി അനലൈസ് വാട്ട് എക്സ്റ്റെൻഡ് വി ആർ സിൻസിയർ ടു ദ കോൾ ഓഫ് ഗോഡ്. ഈ മലബാറിൻ്റെ പ്രദേശത്ത് നമ്മെ എല്ലാവരെയും ആക്കിയതിന് പിന്നിൽ ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ പ്രദേശത്ത് പടർന്ന് പന്തലിക്കത്തക്ക രീതിയിൽ മർത്തോമ ദേവാലയങ്ങളുള്ളതും ക്രൈസ്തവ ദേവാലയങ്ങളുള്ളതിൻ്റെയും പിന്നിൽ ദൈവത്തിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പദ്ധതികൾ ഉണ്ട്. എന്നാൽ ദൈവം നമ്മളെ ഈ മലബാറിൻ്റെ പ്രദേശത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ആക്കിയിട്ടും ദിസ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ റിട്രോസ്പെക്ഷൻ. തിരിഞ്ഞു നോക്കുക മാത്രമല്ല, ദിസ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ ഇൻട്രോസ്പെക്ഷൻ, ലുക്കിംഗ് ഇൻവേർഡ്ലി ആൻഡ് ടു ക്രിറ്റിക്കലി ഇവാലുവേറ്റ് വാട്ട് എക്സ്റ്റെൻഡ് ഐ ആം ഫേം ആൻഡ് സ്ട്രോങ് ഇൻ മൈ ഫെയ്ത്ത്. ഈ മലബാറിൻ്റെ മണ്ണിൽ വിശ്വാസ സ്ഥിരതയുള്ള ഒരു കമ്മ്യൂണിറ്റിയായി മാറുമോ ഞങ്ങൾ? കഴിഞ്ഞ 70 വർഷം ഈ പന്തലിൽ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഇടങ്ങളിലുള്ള പന്തലിൽ വളരെ ശക്തമായി വചനം പ്രഘോഷിച്ചിട്ടും വിശ്വാസ സ്ഥിരതയില്ലാതെ ആലസ്യത്തിലായിരിക്കുന്ന, ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേ തളർന്നു പോകുന്ന, പ്രത്യാശയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് റിയലി ആൻ ഒക്കേഷൻ ഫോർ
ക്രിറ്റിക്കലി ഇവാലുവേറ്റിംഗ് അവർ ലൈഫ്. ദൈവമേ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ 70-ാം വർഷം എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടെ, ഓരോ ദിവസവും പുതിയ കൃപ നൽകി വഴി നടത്തുന്ന ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ, അവൻ എൻ്റെ പങ്കുമോഹരിയുമാണ് എന്നുള്ള ബോധ്യത്തോടെ, അവൻ നീതിമാനായ ദൈവമാണ്, ന്യായാധിപതിയാണെന്നുള്ളൊരു ബോധ്യത്തോടെ, ഓരോ ദിവസവും എന്നെ പരിപാലിക്കുവാൻ കഴിയുന്ന കരുണ വറ്റിപ്പോകാത്ത ഒരു ദൈവം എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ, നല്ല വിശ്വാസത്തിൽ തികവുള്ളവരായി, വിശ്വാസത്തിൽ ഊർജ്ജസ്വലതയുള്ളവരായി, പ്രത്യാശ നിർഭരമായി ജീവിതം നയിക്കുവാൻ ഈ ഭദ്രാസനത്തിലെ മുഴുവൻ ഇടവകളിലും ഈ പട്ടണത്തിൽ തയ്യാറാകുമെന്നുള്ള തീരുമാനമെടുക്കുമ്പോഴാണ് 70-ാം വർഷത്തെ നമ്മുടെ കൂടിവരവും വചനക്കേൾവിയും അർത്ഥപൂർണമായി തീരുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിജീവനത്തിനുള്ള 2ാമത്തെ പാഠം ഒറ്റ കാര്യമേ ഉള്ളൂ: വിശ്വാസം ഉറപ്പിക്കുക. വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസം ഉറപ്പിക്കുക. പ്രത്യാശയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുക. ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എൻ്റെ സമയം അവസാനിക്കണം. 3ാമതായി ഒരു ചിന്തയോടെ പറഞ്ഞ് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കും. ഇത് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുന്ന അതിശക്തമായ വചനമാണ്. അതുകൊണ്ട് ഒരു അതിജീവനത്തിൻ്റെ കാലം എന്ന് പറയുന്നത്, പ്രതിസന്ധികളുടെ കാലത്തെ അതിജീവനം എന്ന് പറയുന്നതിന് 3ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ റീ ഓർഡറിങ് ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഇന്ന് തിരുമേനി തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് റീ ഓർഡറിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാനുള്ള ഒരു അവസരമാണ്. ദൈവജനമേ, ബാബിലോണിയ പ്രവാസത്തിലെ കയ്പും കാഞ്ഞിരവുമായ അനുഭവം നിന്നെ തകർത്തു കളവാനല്ല, മറിച്ച് നിന്റെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാനുള്ള ആലോചന പറയുന്ന ദിവസമാണ്. നീ യെരുശലേമിൽ പാർക്കുകയാണല്ലോ, പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഇത് നിന്നെ തകർത്തു കളയുന്ന അനുഭവമല്ല, മറിച്ച് ഇത് നിന്റെ ജീവിതത്തെ ദൈവോന്മുഖമായി പുനർക്രമീകരിക്കുവാനുള്ള അവസരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 39-ാം വാക്യത്തിൽ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ധ്യാനം അവസാനിക്കുകയാണ്. 39-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തൻ താന്താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടട്ടെ എന്നാണ് പറയുന്നത്. എക്സാമിൻ അവർ സിൻസ്. ഓരോരുത്തൻ താന്താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടട്ടെ. 40-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്യുക. ലെറ്റ് us ടെസ്റ്റ് ആൻഡ് എക്സാമിൻ അവർ വേസ്. നമ്മുടെ യാത്രകൾ, നമ്മുടെ സഞ്ചാരങ്ങൾ കൃത്യമായി വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. 40-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നു, യഹോവയുടെ അടുക്കലേക്ക് തിരിയുക, റിട്ടേൺ ടു ഗോഡ്. അതിനാണ് ഹീബ്രു അറിയാവുന്ന അഭിമന്യ തിരുമേനി പറയും, ഷൂബ്, മനസ്സാന്തരപ്പെടുക, മടങ്ങി വരിക എന്ന്. അതുകൊണ്ട് പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ഇത് നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു അനുഭവമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നിങ്ങളെ തകർന്നു പോകുവാനല്ല, മറിച്ച് അതിനു മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കുവാനുള്ള ഒരു അവസരമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സാമിൻ അവർ സിൻസ്, ലെറ്റ് us ടെസ്റ്റ് ആൻഡ് എക്സാമിൻ അവർ വേസ് ആൻഡ് ടേൺ ടു ഗോഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പ്രത്യാശയിൽ അങ്ങനെ ആനന്ദിക്കണം എന്നാണ് ഈ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മറ്റൊരു വാക്യം 41-ാമത്തെ വാക്യമാണ്. കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കുക എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, ദൈവജനം ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. അവർ അന്യ ദൈവങ്ങളിലേക്ക് വല്ലാതെ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ ആരാധിക്കും, എവിടെ ആരാധിക്കും എന്നുള്ള ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ വ്യക്തമായി ദൈവജനത്തോട് പറയുന്നു. എന്താ പറയുന്നത് അറിയാമോ? നീ എവിടെയായിരിക്കുന്നു അവിടെ നിന്റെ കൈകളും ഹൃദയങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. കൈകളും ഹൃദയങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക എന്നുള്ളത് പ്രതീകാത്മകമായി അനുതാപത്തിൻ്റെ ഒരു സിംബോളിക് എക്സ്പ്രഷനാണ്. അനുതാപത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, അനുതാപത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ആഴവും അതിൻ്റെ തീവ്രതയും ഒപ്പിയെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ബാബിലോണിയ സാമ്രാജ്യത്തിലായിരിക്കുന്ന ദൈവജനത്തെ പോലെ തന്നെ യെരുശലേമിലായിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ച് അവർക്ക് ആരാധിക്കുവാനുള്ള ദേവാലയം തകർക്കപ്പെട്ടു, ദേവാലയമില്ല. അതുകൊണ്ട് എവിടെ ആരാധിക്കുമെന്നുള്ള സംശയം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വേദഭാഗം ആലോചന നൽകുന്നു. ലിഫ്റ്റ് യുവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ് wherever you are with a heart of repentance. ഒരു മനസ്താപത്തോടുകൂടി ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കൈകളെയും ഹൃദയങ്ങളെയും ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ആലോചന പറയും. ഇതെല്ലാം എന്തിനുള്ള ആലോചനയാണെന്ന് അറിയാമോ? ദിസ് ഈസ് ഫോർ റീ ഓർഡറിങ് അവർ ലൈഫ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടൊന്ന് പുനർക്രമീകരിക്കുവാനുള്ള ആലോചനയാണ്.
പ്രിയമുള്ളവരെ, കൺവെൻഷൻ യോഗത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത്, കൺവെൻഷൻ പന്തലിൽ മുഴങ്ങി കേൾക്കുന്ന സന്ദേശത്തിൻ്റെ ആത്യന്തികമായ അനുഭവം എന്ന് പറയുന്നത്, വചനം പ്രസംഗിക്കുന്നവർക്കും വചനം കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ ഒരു സമഗ്രമായ മാറ്റമുണ്ടായി, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി, കൂടുതൽ ദൈവോത്മുഖമായി ജീവിക്കുവാൻ അവരുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പുനർക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ചില മേഖലകളിൽ പുനർക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ് മനഃപൂർവ്വമായി ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ജൂബിലി എപ്പോഴും നമുക്ക് തരുന്ന ആലോചന, ജൂബിലി ഈസ് ആൻ ഒക്കേഷൻ ഫോർ പ്രോസ്പെക്ഷൻ. പ്രോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മുമ്പോട്ട് എന്നാണ്, ടുവേർഡ്സ് എന്നാണ്. പ്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് ഫോർവേഡ്ലി ആൻഡ് ടു റീഡെഡിക്കേറ്റ് അവർ ലൈഫ് ഇൻ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് ഫോർ എ ഫോർവേഡ് ജേർണി. മുന്നോട്ടുള്ള യാത്രയ്ക്കായി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനാണ് പ്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഈ വേദഭാഗം അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ദൈവജനമേ, നിങ്ങളുടെ വിശ്വാസ ജീവിതയാത്രയിൽ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് മനഃപൂർവ്വമായി ഹൃദയപൂർവ്വം അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുമെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, യാചനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണെന്നുള്ള ബോധത്തോടെ ഇനിയും ദൈവത്തോടൊപ്പം ഞങ്ങൾ ജീവിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് 70-ാം വർഷത്തെ നമ്മുടെ ഈ ജൂബിലി ആഘോഷങ്ങൾ നമ്മളെ വിളിക്കുന്നത് ഒരു പ്രോസ്പെക്ഷന് വേണ്ടിയാണ്. ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ ഈ മലബാറിൻ്റെ പ്രദേശത്ത് ജീവിക്കും, ഈ ചുങ്കത്തറ പട്ടണത്തിൽ പാർക്കും, കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, പ്രതിസന്ധി കാലഘട്ടം എന്തിൻ്റെ കാലഘട്ടമാണെന്നറിയാമോ? പുത്തൻ സാധ്യതകളുടെ കാലഘട്ടമായി മാറും എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേദപുസ്തകം, അതിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ക്രമമായി അറിയാം എന്നാണ് എൻ്റെ ചിന്ത. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് പഴയ നിയമത്തിൽ വായിക്കുന്ന പുസ്തകങ്ങളുടെ, മിക്ക പുസ്തകങ്ങളുടെയും ചുരുളുകൾ എഴുതപ്പെട്ട കാലഘട്ടം എപ്പോഴാണെന്നറിയാം? ദൈവജനം ബാബിലോണിയ പ്രവാസത്തിലായിരുന്ന കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ പ്രതിസന്ധി കാലഘട്ടം സ്ക്രിപ്ചർ റൈറ്റിംഗ് എന്ന് പറയുന്ന പുതിയ സാധ്യതകളുടെ കാലമായി മാറുകയാണ്. നമ്മൾ ഇന്ന് വായിക്കുന്ന മിക്ക പുസ്തകങ്ങളുടെയും ചുരുളുകൾ എഴുതപ്പെട്ടത് ദൈവജനം ബാബിലോണിയ പ്രവാസത്തിലായിരുന്നു. അതുകൊണ്ട് ഇതൊരു പുതിയ സാധ്യതകളുടെ കാലമാണ്. യെരൂശലേം ദേവാലയം തകർന്നു, എവിടെ അവർ ആരാധിക്കും? നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, യേശു സിനഗോഗിൽ പോയി പ്രസംഗിച്ചു എന്ന്. സിനഗോഗ് ആരാധന ദൈവജനം ആരംഭിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഈ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തിൽ ആണ് എന്നാണ് വേദപുസ്തക ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ ആരാധനാശീലങ്ങളുടെ കാലമായി ആ കാലഘട്ടം മാറി. സ്ക്രിപ്ചർ റൈറ്റിങ്ങിൻ്റെ, ദൈവവചനത്തെ ജീവിതത്തോട് ചേർന്ന് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ആരാണെന്ന് നിർവചിച്ചുകൊണ്ട് അവർ ദൈവവചനം എഴുതുവാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രതിസന്ധി കാലഘട്ടം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം തകർക്കപ്പെടുന്നതിൻ്റെ കാലഘട്ടമല്ല എന്നും, അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിച്ചാൽ അത് പുതിയ സാധ്യതകളുടെ കാലഘട്ടമാണെന്നും കൃത്യമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വചനധ്യാനം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ ദൈവജനം അതിജീവിക്കേണ്ടത് എന്നുള്ളതിന് 3 ലളിതമായ അതിജീവന പാഠങ്ങൾ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. ഒന്നാമതായി ഞാൻ പറയാൻ ശ്രമിച്ചു, റിമെമ്പർ ദ പാസ്റ്റ്, റിമെമ്പർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ പ്രൊവിഡൻസ് ദാറ്റ് യു എക്സ്പീരിയൻസ് ഇൻ ദ പാസ്റ്റ് is a tool to overcome the present crisis. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ അല്ല, കൈപ്പായി കാഞ്ഞിരമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം എങ്ങനെ സമീപസ്ഥനായി സൗഖ്യദായകനായി കൂടെ ഇരുന്ന് എന്നെ വിടുവിച്ചു എന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ, അത് കലർപ്പില്ലാതെ അടുത്ത തലമുറയോട് വളരെ ബോധപൂർവം പറഞ്ഞു പങ്കുവയ്ക്കുവാൻ ഉള്ളൊരു നിയോഗം ഏറ്റെടുക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാനുള്ള പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് വിലാപങ്ങളുടെ പുസ്തകം നമ്മളോട് പറഞ്ഞു. രണ്ടാമതായി നമ്മൾ കേട്ട ഒരു കാര്യം, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി പ്രത്യാശ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു സമൂഹമായി നിലനിൽക്കുക എന്നുള്ളതാണ്. വെറുതെയല്ല നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ആരാണ് എന്ന് ഈ വിലാപങ്ങളുടെ പുസ്തകം നിർവചിച്ച് നൽകിയ ഇന്ന് നമ്മൾ കേട്ട 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാമെങ്കിൽ, യഹോവ കരുണയുള്ളവനാണ്, അവൻ നീതിമാനാണ്, അവൻ എൻ്റെ പങ്കും ഓഹരിയുമാണ്, അവൻ്റെ വിശ്വസ്തത വലുതാണ്, ഓരോ ദിവസവും പുതിയ കൃപ നൽകി വഴി നടത്തുന്ന ദൈവമാണ് എന്ന്
കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തുവാൻ സാധിച്ചാൽ കൂടുതൽ ദൈവോന്മുഖമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. വിശ്വാസത്തിൽ നല്ല ഊർജ്ജസ്വലതയുള്ള സമൂഹമായി പ്രത്യാശ നിർഭരരായി നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ കേട്ടു, പ്രതിസന്ധി കാലഘട്ടം ജീവിതത്തിലൊരു പുനരേകീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ഒക്കേഷൻ ഫോർ റീ ഓർഡറിങ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്തി അത് ഓരോന്നോരോന്നായി കൃത്യമായി നിർണയിച്ച് അത് മനഃപൂർവ്വം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പിരുന്ന് മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും എന്നുള്ള തീരുമാനത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ആകമാനമായി ഒന്ന് പുനരേകീകരിക്കുവാൻ, പുനർനിർമ്മിക്കുവാൻ നമുക്ക് തയ്യാറാകുകയാണെങ്കിൽ ഈ കാലഘട്ടം സാധ്യതകളുടെ പുതിയ കാലഘട്ടമായി മാറും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. അത്തരത്തിൽ പ്രതിസന്ധികളെ കരുത്തോടെ, ധൈര്യത്തോടെ അതിജീവിക്കുവാൻ ഉള്ള ഈ പാഠങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടെ വചനം കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നാളത്തെ വചന കേൾവിക്കായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.